പുലികളുണ്ട്, പച്ചപ്പുലിയുണ്ട്, നീലപ്പുലിയുണ്ട്, അതേപോലെ തന്നെ പുലിയുടെ പ്രാകൃത നിറമായ മഞ്ഞയുണ്ട്. വളരെ ആവേശം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. എന്റെ ഒപ്പം 2 ചുവട് വെച്ചില്ലെങ്കിൽ നമുക്ക് ഇതാണ് പുലികളിയുടെ മുഴുവൻ ശക്തിയും ഏറ്റെടുത്ത് തന്നെയാണ് ഈ ഒരു പുലിക്കളി. നമുക്ക് അത്രയും ആവേശത്തിൽ, അതായത് നമ്മുടെ പ്രേക്ഷകർക്ക് എത്രത്തോളം ദൃശ്യാവിഷ്കാരം നൽകാൻ പറ്റുമോ അത്രയേറെ ഗംഭീരമായല്ലേ, അത്രയേറെ ഗംഭീരമായാണ്. ഇത് അവസാന ദേശമാണ്. അതായത് ഈ പൂരം, ഈ പുലിക്കളിയും കൊട്ടിക്കലാശത്തിലേക്ക് എത്തുകയാണ്. ആ കൊട്ടിക്കലാശം അത് അത്രയേറെ ഗംഭീരമാക്കണം. ആ രീതിക്ക് തന്നെയാണ്. പ്രസാദ് കാളിദാസ് ഇവിടെ ചുവട് വെക്കുകയാണ്. പ്രസാദ് കാളിദാസ് ഈ ഒരു ആവേശത്തിന്റെ കൂടെ കൂടുകയാണ്. അപ്പോ നമുക്ക് പറയാനുള്ളത്, ഇന്ന് രാവിലെ 7:30 മുതൽ തുടങ്ങിയിട്ടുള്ള ഈ മേളങ്ങളുടെ മേളം അത് വലിയ മറ്റൊരു കാര്യം, കാരണം ഇതിപ്പോ ഈ വരുന്നത് പാട്ടുരേക്കൽ ദേശത്തിന്റെയാണ്. അതായത് 17 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം പുതിയ കളികൾ കാണിച്ച് പഠിപ്പിക്കാനുള്ളതാണ്. നമ്മളെ ആ ചുവടുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 17 വർഷം, അതായത് ഈ പാട്ടുരേക്കൽ ദേശം എന്ന് പറയുന്നത് 17 വർഷമായി സാമ്പത്തിക പ്രതിസന്ധികൾ മൂലം രംഗത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുഴുവൻ ശക്തിയും എടുത്ത്, വലിയ തരത്തിൽ ശക്തിയെടുത്ത് അവരുടെ ഒരു ശക്തി പ്രകടനമായി തന്നെ ഈ പാട്ടുരേക്കൽ ദേശത്തിന്റെ ഈ പുലിക്കളി മാറുകയാണ്. അതായത് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ ദൃശ്യങ്ങളിൽ ഈ ഒരു വരവിന് ശേഷം അവസാനത്തെ സംഘത്തിന്റെയും പുലികളി തീരും. ഇതിന് ശേഷമാണ് ഇനി വിജയിയെ പ്രഖ്യാപിക്കുന്ന ഒരു നിമിഷം. ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ആരായിരിക്കും വിജയി? ഇത്രയും നാളത്തെ കഷ്ടപ്പാടിന് ഒരു പരിസമാപ്തിയാണ്. കാരണം അതിന്റെ ഒരു വിജയമാണ് ഈ ഒരു വിജയം. അതായത് ഈ പുലിക്കളി അവരുടെ ഒരു മെയ്യെഴുത്തൊക്കെ ശ്രദ്ധിച്ചാൽ അറിയും. മണിക്കൂറുകളായി, പുലർച്ചെ 4 മണി തൊട്ട് ഈ മെയ്യെഴുത്ത് തുടങ്ങിയതാണ്. അതിനുശേഷം അവരിതുവരെ അതൊന്നും മാഞ്ഞു പോയിട്ടില്ല. ഇനി ഇതിന് ശേഷം ഇവരുടെ ഒരു മണ്ണെണ്ണ കുളി ഉണ്ടെന്നാണ് പറഞ്ഞത്. കാരണം ഇത് ഭയങ്കര പാടാണ്. കാരണം അത്രയും ത്യാഗം സഹിച്ചിട്ടാണ് അവർ നമ്മളെ ആവേശത്തിലാഴ്ത്താൻ വേണ്ടിയാണ്. അല്ലാതെ പൂർണ്ണമായും തീർച്ചയായും അതേപോലെ പുറകിൽ നമുക്ക് ഈ ഒരു താളം കാണാം. ചെട്ടിക്കൊട്ടെന്ന് പറയുന്ന ആ ഒരു താളമാണ്. കൊട്ടിക്കലാശം അത്രയേറെ. അതായത് ഈ പുലികൾ എന്ന് പറയുന്നതും അത് വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത മെയ്യെഴുത്തുകളുള്ള പുലികളുണ്ട്. അങ്ങനെ തന്നെയാണ് അവർ. ചേട്ടാ, പാട്ടുരേക്കൽ ദേശമല്ലേ, എത്രത്തോളം ഉണ്ട് ആവേശം? നല്ല ആവേശത്തിലാണ്. മത്സരത്തിൽ വിജയിക്കും. 17 വർഷത്തെ ഒരു ശേഷം വലിയ ഗംഭീര അടിപൊളി. അതായത് ഈ പാട്ടുരേക്കൽ ദേശത്തിന് പറയാനുള്ളത് 17 വർഷത്തെ ചരിത്രമാണ്. ആ 17 വർഷം അതായത് ഈ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടുകൂടി ആ ചെണ്ടമേളം ഈ പാട്ടുരേക്കൽ ദേശം അത്രയേറെ കൊട്ടിക്കയറുന്ന ഒരു കാഴ്ച. അത് നമുക്കും കേരള വിഷയം, നമുക്കും നമ്മുടെ പ്രേക്ഷകർക്കും ഒരു കൊട്ടിക്കലാശമാണ്. അവർ അത്രയേറെ ഉഷാറായി തൊഴുന്നു എന്നുള്ളതാണ്. ഈ പാട്ടുരേക്കൽ ദേശവും ഈ ഒരു വീതിയിലൂടെ, ഈ നടുവിലാലിന്റെ വീതിയിലൂടെ ഈ കൊട്ടിക്കയറി കടന്നു പോവുകയാണ്. അതായത് തൃശ്ശൂർ കണ്ട ഏറ്റവും വലിയ ഒരു പുലിക്കളി, അതായത് ഓണാഘോഷത്തിന്റെ അവസാനം കുറിച്ചുകൊണ്ടുള്ള അവസാന നിമിഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചേട്ടാ, അടിപൊളി. അപ്പൊ പുലിക്കളി മുഖംമൂടിയല്ലോ ക്ഷീണല്ലേ? കുറെ നേരം എപ്പോ രാവിലെ എപ്പോ ഇതെങ്ങനെ കഴിഞ്ഞ കളി? കപ്പ് നമുക്ക്. അതായത് ഇവർ ഈ വടം വെച്ച് ആൾക്കാരെ നിയന്ത്രിക്കുന്നുണ്ട്. അതായത് ഇവർ പറയുന്നത്, ഇപ്പൊ നമ്മൾ ആ ചേട്ടനെ കണ്ടില്ല, ആ ചേട്ടൻ എന്ന് പറയുന്നത് രാവിലെ 4 മണി മുതൽ ഈ മെയ് എഴുതി നിൽക്കുകയാണ്. അപ്പൊ അവർ ഈ മുഖംമൂടിയൊക്കെ അഴിച്ചു വെച്ച് അവർ ക്ഷീണിതരായി. എന്നാലും ആവേശം ചോർന്നിട്ടില്ല. പക്ഷെ മണ്ണെണ്ണ ഒഴിച്ച് ഒരു കുളിയുണ്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്.
അവസാനത്തെ ദേശത്തിന്റെ അകമ്പടിയോടുകൂടി തന്നെ പുറകിൽ ഈ ഒരു പാട്ടുരേക്കൽ ദേശത്തിന്റെ ടാബ്ലോയും കാണാം. കാരണം ഇതും ഇതിന്റെ തൊട്ടു പുറകിലും പാട്ടുരേക്കൽ ദേശത്തിന്റെ ടാബ്ലോ തന്നെയാണ് പറയുന്നത്. അതായത് മികച്ച ദേശം, മികച്ച പുലിക്കളി കെട്ടിയ ആൾ എന്നതിലുപരി അടുത്ത സമ്മാനം എന്ന് പറയുന്നത് ഈ നിശ്ചല ദൃശ്യം, അതായത് ഏറ്റവും മികച്ച നിശ്ചല ദൃശ്യം ആരാണോ കൊണ്ടുവന്നത് എന്നുള്ള ഒരു സമ്മാനം കൂടിയുണ്ട്. അതിൽ കുട്ടികളുണ്ട്, കുട്ടികളടക്കമുള്ള ആൾക്കാരുണ്ട്. അവർക്ക് സംസാരിക്കാൻ പറ്റില്ല, അവർ സംസാരിക്കുന്നുണ്ടാവില്ല, പക്ഷെ പ്രതികരണം ഉണ്ടാവില്ല. പക്ഷെ നിശ്ചല ദൃശ്യം അത് എത്ര മനോഹരമാണത്. പല ദേശത്തിൻ്റെതായി പല കുട്ടിപ്പുലി ഇറങ്ങി വരുന്നുണ്ട്. ഉഷാറല്ലേ അവർക്ക് ഈ നിശ്ചല ദൃശ്യമായതുകൊണ്ട് സംസാരിക്കുന്നതിൽ പരിമിതി ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അവർ പ്രതികരിച്ചു. ഓക്കെ, ആ കുട്ടിപ്പുലിയിലേക്ക് നമുക്ക് പോകാം. അതായത് ഇങ്ങനെ കുറെ കുട്ടികളാണ് പല ദേശങ്ങളുടെ ഭാഗമായി, കുറെ കുട്ടികൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഈ മറ്റൊരു മിശ്ര ദൃശ്യം. അങ്ങനെ നമ്മൾ ഈ സ്വരാജ് ഗ്രൗണ്ടിലൂടെ അല്ലെങ്കിൽ ഈ ശക്തൻ തമ്പുരാന്റെ മണ്ണിലൂടെ ഈ മേളങ്ങളും ഈ പുലിക്കളിയും ഒക്കെ ഇങ്ങനെ കൊട്ടിക്കയറുമ്പോൾ അത് വലിയ തരത്തിൽ ഒരു ആവേശം നമുക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ. അത് കൊട്ടിക്കലാശമാവുമ്പോൾ പുലിക്കളി ഇന്ന് കഴിയുന്നല്ലോ എന്നുള്ളൊരു വിഷമം ഇല്ലേ? പുലിക്കളി ഇന്ന് കഴിഞ്ഞു പോവാണ്, ഓണാഘോഷവും പൂരവും ഒക്കെ വിഷമാവും. അപ്പൊ ഇനി അടുത്ത പൂരത്തിനും പുലിക്കളിക്ക് കാണണം. അപ്പൊ അന്നേരം നമ്മളെ തൃശ്ശൂർക്കാരെ കാണാൻ പറ്റുള്ളൂ അല്ലേ? ഇവിടെ നമ്മള് ഗൾഫിൽ നിന്ന് വരെ വന്നിട്ട് നമ്മൾ ഇതിനു വേണ്ടിട്ട് വരുന്നത് അല്ലാണ്ട് പിന്നെ പൂശിപ്പടക്കാണ്. ശക്തന്റെ തട്ടകം പുലികൾ അങ്ങ് കീഴടക്കി. ഞങ്ങള് ഇപ്പൊ ഞങ്ങളുടെ ടീമില്ല. നായകനാല് ഞങ്ങളുടെ ദേശത്തിന്റെ പുലികള് ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇറക്കില്ലേ ഈ കോവിഡിന് ശേഷം ഇപ്പൊ ആൾക്കാർ ടീമുകൾ കുറവാണ്. പക്ഷെ എന്തായാലും അടുത്ത പ്രാവശ്യം ഞങ്ങൾ നായകനാലിന്റെ ടീം ഇവിടെ അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും നമ്മള് കേരളീയര് അല്ലെങ്കിൽ നമ്മുടെ ആഘോഷമല്ലേ, കേരളത്തിന്റെ ആഘോഷമല്ലേ, മാത്രമല്ല. തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം ഞങ്ങളുണ്ടാവും കൂടെ ഇതിനു വേണ്ടി എല്ലാരായിട്ടും. കൊട്ടിക്കലാശം ഒന്ന് ഉഷാറാക്കിയാലോ? നമുക്കൊരു ആർപ്പ വിളിച്ചാലോ? നമ്മുടെ ഒരു സിമ്പൽ അല്ലേ ഒരു ആർപ്പ വിളിക്കല്ലേ തൃശ്ശൂർക്കാർ? തൃശ്ശൂർക്കാർ ആവേശം. അതെ, വലിയ തരത്തിൽ അവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പുലിക്കളി അല്ലെങ്കിൽ പൂരമാണെങ്കിലും പുലിക്കളിയാണെങ്കിലും അത് അവസാനിക്കുക എന്ന് പറയുന്നത് ഇനി അടുത്ത ഒരു കാലത്തേക്ക് അല്ലെങ്കിൽ അടുത്ത ഒരു പുലിക്കളി കാലത്തിലേക്ക്, ഓണക്കാലത്തേക്ക് കാത്തിരിക്കണം. ഓണം കഴിയാണ്. ഉത്രാടം തൊട്ട് ഇവിടുത്തെ ആഘോഷമായിരുന്നു, നമുക്കും എല്ലാവർക്കും ആഘോഷമായിരുന്നു. പുലികളി സമാപിക്കുന്നതോടെ ഓണം തീരുകയാണ്. തൃശ്ശൂർക്കാരുടെ ഓണം ഇവിടെ തീരുകയാണ്. അങ്ങനെ തൃശ്ശൂർക്കാരെന്നല്ല, കേരളത്തിന്റെ ഒന്നാകെയുള്ള ആഘോഷമാണ് ഈ പുലിക്കളി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ചേട്ടനെ കണ്ടവർ ദുബായിൽ നിന്ന് വന്നതാണ്. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അവർ ഇപ്പോൾ ഓരോരുത്തരെയും അടങ്ങി പോവല്ലേ. വിദേശ സാന്നിധ്യമുണ്ട്, വിദേശ വനിതകൾ. നമ്മൾ ആന്റണി ജോർജ് പരിചയപ്പെട്ടു. അതെ, ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാംസ്കാരിക നഗരമാണ്. അപ്പൊ ഈ പുലികളി പൂരം എന്നൊക്കെ പറഞ്ഞ സംസ്കാരത്തിൽ നമ്മുടെ ഇതിന്റെ കുറച്ച് പുലികൾ കൂടി വരുന്നുണ്ട്. നമുക്ക് പുലികൾ, അടുത്ത പുലികൾ വരുന്നുണ്ട്. ചേട്ടാ ഏത് ദേശമായിരുന്നു? സീതാറാം ദേശമായിരുന്നു. സീതാറാം മില്ലിന്റെ ദേശക്കാരാണ്. അവർ എപ്പോ കെട്ടിയതാ മെയ്യെഴുത്ത്? എങ്ങനെയാ അഴിക്കുന്നതിന്റെ ഒരു രീതിയൊക്കെ വർഷങ്ങളായി കെട്ടുന്നതാണോ? അതെ. ആവേശം പക്ഷെ ചോർന്നിട്ടില്ല. ഇനി ഇതൊക്കെ അഴിച്ച് മാറി പഴയ രൂപത്തിലേക്ക് ആവാൻ എത്ര നേരം എടുക്കും? ഒരു മണിക്കൂർ. അപ്പൊ എപ്പോഴത്തേക്കാണ് ഇനിയിപ്പോ ഈ സമ്മാനദാനം ഒക്കെ ഉണ്ടാവുന്നത്? വിജയൊക്കെ എപ്പോഴത്തേക്ക് പ്രഖ്യാപിക്കും? 9:10 മണിയാവുമ്പോ ദേശം കപ്പെടുക്കും തോന്നുന്നുണ്ടോ? 17 കൊല്ലത്തിന് ശേഷമല്ലേ ഇപ്പൊ പാട്ടുരായ്ക്കൽ ദേശം ഇതിലേക്ക് സീതാറാമില്ല കഴിഞ്ഞു വന്നതാണോ? കഴിഞ്ഞ പ്രാവശ്യം പ്രൈസ് സീതാറാമില്ല കിട്ടി. ഓക്കെ. നമുക്ക് ഒരു വിശിഷ്ടാതിഥി, അതായത് ബനേഷ് നമ്മളെ നേരത്തെ പരിചയപ്പെടുത്താൻ സീതാറാമിന്റെ 2 പെൺപുലികളാണല്ലേ? അപ്പൊ എന്താ നേരത്തെ പരിചയപ്പെട്ടതാണ്? സൂപ്പർ. നിമിഷ. എന്റെ പേരെന്താ? അനീഷ. അനീഷയും പരിചയപ്പെട്ടിട്ടുണ്ട്. അനീഷയും
കുറച്ചുകൂടെ കൂടെ ഞാനുണ്ട് കേട്ടോ. പാട്ട് പാടണേ. രണ്ട് step നോക്കാം. ഒരു step നോക്കാം. ഒരു ആർപ്പ് വിളിക്കാം. നമ്മൾ പെൺപുലികളെ നമുക്ക് വിളിച്ചു തരും. അപ്പൊ നമുക്ക് കൂടെ വിളിക്കാം. ആർപ്പ് വിളിക്കാം. ആർപ്പ്. പനീഷ്, നമുക്ക് ഈ പെൺപുലികളടക്കമുള്ള ഈ ഒരു സീതാറാം മിൽ ദേശമാണെങ്കിലും വിവിധ ദേശങ്ങളിൽ ഈ പെൺപുലികൾ എന്ന് പറയുന്നത് സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിരുന്നു. അവരുടെ ഒരു പ്രതികരണം, അവർ ഈ മെയ് അഴിച്ച് പോകുന്ന ഒരു സമയത്ത് ഈ സെന്റർ ഓഫ് അട്രാക്ഷൻ ആയി അവർക്ക് ഈ മെയ് അഴിക്കുന്ന അല്ലെങ്കിൽ നിറങ്ങളൊക്കെ അഴിക്കുക എന്ന് പറയുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അവർ പറയുന്നത് അടുത്ത വർഷവും വീണ്ടും പെൺകുട്ടികൾ ഈ ഒരു രംഗത്തേക്ക് വരണം എന്നുള്ള ഒരു ആവശ്യമാണ് അറിയിക്കുന്നത്. എന്തായാലും ഇവിടെ കൊട്ടിക്കലാശം, സീതാറാം മില്ലുകാർ ദേശം അടക്കം അവർ കൊട്ടിക്കലാശം ഇനി 2 മണിക്കൂർ എടുക്കും. ഈ ഒരു മെയ് എഴുതിയിട്ടുള്ള നിറങ്ങളും ചായങ്ങളും ഒക്കെ മണ്ണെണ്ണ ഒഴിച്ച് കഴുകേണ്ടതുണ്ട്. എന്തായാലും ഇവിടെ 10 മണിയോട് കൂടി ഈ ഒരു പുലി കളിയിലെ വിജയെ അറിയാൻ സാധിക്കുമെന്നാണ് ഇപ്പൊ നമ്മൾ ആകാംക്ഷയുണ്ടോ? ആകാംക്ഷ ഉണ്ടോന്ന്. പിന്നെ ഇപ്പം നമ്മൾ കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്ത ആ വിജയ് ആരെന്നറിയാം. 8 അടി വലിപ്പമുള്ള ട്രോഫി. അതായത് നമ്മളെക്കാളൊക്കെ നമ്മളിങ്ങനെ നോക്കേണ്ടി വരും. അതെ, അപ്പൊ ഈ നമ്മൾ 7:30 തൊട്ട് 7 മണി തൊട്ട് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പൊ നമുക്കുണ്ട് ആർക്കാണ് കപ്പ് ലഭിക്കുക അല്ലെങ്കിൽ ആർക്കാണ് ഈ ക്യാഷ് പ്രൈസ് ലഭിക്കുക എന്നുള്ളൊരു ആവേശം നമുക്കുണ്ട്. അതുകൂടി കാണേണ്ടതുണ്ട്. ഇനിയാണ് നിങ്ങൾ അങ്ങോട്ട് വരേണ്ടത്. അതെ അതെ ആ, അത് കഴിയണ വരയ്ക്കാണ് നിങ്ങൾ വന്നിട്ട് വരയ്ക്കുമ്പോഴല്ല ബുദ്ധിമുട്ടല്ല. പിന്നെയാണ് മണ്ണെണ്ണ അവര് കുളിയുള്ളത്. അത് തന്നെയാണ് നിങ്ങൾ ഇനി വരുന്നത്. എത്ര മണിക്കൂർ എടുക്കും? അത് തീരുന്നെങ്കിൽ പുലർച്ചെ 5 മണിയാവും എല്ലാവരും കഴിഞ്ഞെങ്കിൽ. അത് കുറച്ച് കഴിഞ്ഞാൽ പറയുള്ളൂ. അത് 3 ടീമും കൂടി വരാനുണ്ട്. പനേഷ്, അതായത് ഇവർ പറയുന്നത് ഈ പുലിക്കളി എന്ന് പറയുന്നത് അത് അവസാനിക്കണമെങ്കിൽ, നമ്മൾ ഈ കൊട്ടിക്കലാശം എന്നൊക്കെ പറയുമ്പോഴും അത് അവസാനിക്കണമെങ്കിൽ ഈ ഒരു ഇവരുടെ ദേഹത്തുള്ള ഈ പുലിയുടെ ഒരു ചായം, മെയ്യെഴുത്തുകൾ അത് മായ്ച്ചു കളയുന്നത് വരെ, മണ്ണെണ്ണ കുളിച്ച് മായ്ച്ചു കളയുന്നത് വരെ ഇത് അവസാനിക്കുന്നില്ല. അവിടത്തേക്കും നിങ്ങൾ വരണം എന്നുള്ളതാണ് ഇവിടുത്തുകാരുടെ ആവശ്യം. കാരണം ആ ഒരു ഘട്ടം, അതായത് നാളെ പുലർച്ചെയാവും ഈ ഒരു ഘട്ടം അവസാനിക്കാൻ എന്നുള്ളതാണ്. മേഘനയുടെ ആവേശം ഞാൻ കെടുത്തുകയല്ല, എനിക്കതിനോട് ഇടപെട്ടുകൊണ്ട് ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. മണ്ണെണ്ണയിൽ നീരാടുവാൻ നിങ്ങൾ എന്തേ വൈകി വന്നു പൂന്തിങ്കളെ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അവർ മണ്ണെണ്ണയിൽ നീരാടുന്നത് കൂടി നമ്മൾ ചിത്രീകരിക്കണം എന്നാണ് അവർ പറഞ്ഞു വരുന്നത് അല്ലേ? തീർച്ചയായും പനേഷ്, അതായത് ഈ ഒരു പുലിക്കളി നമ്മൾ കൊട്ടിക്കലാശം എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇത് കൊട്ടിക്കലാശം ആയിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ണെണ്ണ കുളിയിൽ ആ നീരാടി ആ ഒരു നിറം, അത് നമുക്കറിയാം. നമ്മുടെ ദേഹത്തൊരു നിറം പറ്റിയാൽ എന്തായിരിക്കും അവസ്ഥ, എങ്ങനെയാണ് നമ്മളത് മായ്ച്ചു കളയാൻ നമുക്കറിയാം. അപ്പോൾ ദേഹം മുഴുവൻ, വലിയ കുടവയറ് മുഴുവനായിട്ട് ഈ നിറം തേച്ച് പിടിപ്പിച്ച് അത് മായ്ച്ചു കളയുക, അത് നാളെ 5:30 വരെ അല്ലെങ്കിൽ പുലർച്ചെ 6 മണി വരെ എടുക്കുമെന്നുള്ളതാണ്. ആ ഒരു നമ്മൾ ചമയം എഴുത്ത് ചിത്രീകരിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം കൂടി, ഈ ചമയം മായ്ച്ചു കളയുന്ന, മെയ് എഴുത്തുകൾ മായ്ച്ചു കളയുന്ന ഒരു ഭാഗം കൂടി എടുക്കണം എന്നുള്ളതാണ് അവരുടെ അഭ്യർത്ഥന. എന്തായാലും നമ്മളെ സംബന്ധിച്ച് അത് ആവേശമാണ്. അപ്പോൾ കാളിദാസ് ആവേശം ഇപ്പൊ പൊലിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കൂടെ ഇപ്പം സാറുണ്ട്. രാവിലെ നമ്മുടെ അടിപൊളി, സാധാരണത്തെക്കാൾ ഗംഭീരമായി. എല്ലാ വിധത്തിലുമുള്ള വെറൈറ്റികൾ ഉണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികൾ മുതൽ നല്ല പ്രായമുള്ള ആളുകൾ വരെ ഒരുപോലെ ആഹ്ലാദം കൊള്ളിച്ചൊരു പുലിക്കളി മത്സരമായിട്ട് മാറി. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ തൃശ്ശൂർ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ നല്ല ഒരുപാട് രഹസ്യങ്ങൾ ഇത്തവണ പുറത്തേക്ക് വന്നു. ഒരു 20 കൊല്ലത്തിന് ശേഷമായിരിക്കും വടിയിൽ ചവിട്ടി ആടുന്ന പുലി വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം നിലത്തുള്ള പുലിയായിരുന്നു. പുലി ആദ്യകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നല്ലോ. അതെ, ആദ്യകാലങ്ങളിൽ ഒലക്ക തോളിൽ വെച്ച് 4 പേര് നിന്ന് അതിന്റെ നടുവിൽ ചവിട്ടി നിന്ന് പുലി അങ്ങ് ആടി തിമിറക്കുന്ന അത്ര മെയ്വഴക്കത്തോടെ, അത്ര ശാരീരിക ക്ഷമതയോടെ പുലി ആടി തിമിറക്കുന്ന രംഗം നമുക്ക് കാണാമായിരുന്നു. ആ പുലികൾക്കൊരു പ്രത്യേകതയുണ്ടാവും. ഇപ്പം നമ്മൾ കാണുന്നതിൽ വലിയ കുടവയറും ഒരുപാട് ശരീരവുമുള്ള പുലികൾക്ക് പകരം നല്ല ലക്ഷണമൊത്ത പുലികളാണ് ഈ പിന്നെ നമ്മുടെ ഈ വടിക്ക് മുകളിൽ നിന്നുകൊണ്ട് കളിക്കാറ്. അത് ഇത്തവണ വീണ്ടും കളിച്ചു. നിശ്ചല ദൃശ്യങ്ങളിൽ കുട്ടികൾ രംഗപ്രവേശം ചെയ്തു. ഇങ്ങനെ കൂറുകൾ അവർ നിശ്ചലമായി നിൽക്കുന്ന കാഴ്ച കണ്ടു. മാത്രമല്ല സ്വരാജ് റൗണ്ട് ഇപ്പോൾ പോലീസിന്റെ ഉൾപ്പെടെ റിപ്പോർട്ട് കിട്ടി പരിശോധിക്കുമ്പോൾ നാടിതുവരെ കാണാത്ത വലിയ ജനക്കൂട്ടത്തിന് ഇന്ന് സാക്ഷ്യം വഹിക്കുകയാണ്.
എല്ലാം കൊണ്ടും വേറെ ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും ഇല്ലാതെ 7 പുലിമടകളിൽ നിന്ന് ആർത്തട്ടഹസിച്ചിറങ്ങിയ പുലികൾ അവസാന നിമിഷം വരെ അരമണി കിലുക്കി ആ നാദ പ്രമാണം അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയി. അതുകൊണ്ട് വളരെ സംതൃപ്തിയിലാണ് സംഘാടകർ എന്ന നിലയിൽ. ഒരു പ്രയാസവുമില്ലാതെ ഏതെങ്കിലും വിധത്തിലുള്ള അനിഷ്ടങ്ങളൊന്നുമില്ലാതെ വളരെ ഗംഭീരമായി പുലികളി ആടിത്തമർക്കാൻ കഴിഞ്ഞു. ശക്തന്റെ മണ്ണിൽ പുലികളങ്ങ് ആറാടി എന്ന് മാത്രമല്ല, കാടിനെ പ്രകമ്പനം കൊള്ളിക്കുന്ന ആറാട്ടായിരുന്നു. പക്ഷേ തേക്കിൻകാടില്ലെങ്കിലും പുറത്തൊരു കാടുണ്ടായി, കാട്ടിൽ പുലികളുണ്ടായി. പുലികളുടെ അസാമാന്യമായി മെയ്വഴക്കത്തിന് സാധിച്ചു. ഈ ഗണപതിയുടെ മുമ്പിൽ തേങ്ങ ഉടച്ചു മുന്നേറി ഓരോ പുലിക്കും വർദ്ധിത വീര്യമായിരുന്നു. 350-360 പുലികൾ അരങ്ങേറി. മിനിസ്റ്റർക്ക് ഇപ്പോഴും ആവേശം ചോരുന്നില്ല, തീരുന്നില്ല. ഇനിയിപ്പോ വിജയം അറിയണം. ബിനി ടൂറിസ്റ്റ് ഹോമിൽ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ സാർ നമ്മുടെ റിപ്പോർട്ടിങ്ങിനിടയ്ക്ക് വന്ന് പറഞ്ഞു നമ്മൾ തകർക്കുന്നുണ്ടല്ലോ, നമുക്കൊരു ആത്മവിശ്വാസം തന്നു. അത് നമുക്ക് വലിയൊരു സന്തോഷം. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ അടിച്ച് തകർത്തു. യഥാർത്ഥത്തിൽ റിപ്പോർട്ടിങ്ങിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇടതടവില്ലാതെ കേരള വിഷൻ, കേരളം മുഴുവൻ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകി. കേരള വിഷന്റെ വാർത്തകളുടെ ഒരു പൊതു പ്രത്യേകത നമ്മൾ കാണുന്നത് കേരളത്തിലെ കേബിൾ ടിവികളുടെ ഒരു കേന്ദ്രീകൃതമായ സംഘാടനമാണ്. അതായത് കൊച്ചു പ്രാദേശിക പത്രപ്രവർത്തകർക്ക് ഉൾപ്പെടെ ഇടപെടാൻ കഴിയുന്ന വീടുകളിലിരിക്കുന്നവരുടെ മുമ്പിലേക്ക് സാറ്റലൈറ്റ്സിൻ്റെ സാധ്യതയേക്കാൾ കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന ഒന്നായതുകൊണ്ട് നമുക്ക് ഓരോ ഹൃദയത്തുടിപ്പും അവർക്ക് നേരിട്ട് മനസ്സിലാകുന്ന വിധത്തിൽ നല്ലതുപോലെ അധ്വാനിച്ച് ഈ അവസാനത്തെ നേരത്ത് ഇപ്പോൾ ആളുകളൊക്കെ പതുക്കെ പോയി തുടങ്ങി. ലൈറ്റ് അവസാനിച്ചു, എന്നിട്ട് നിങ്ങൾ തീർന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി വിജയം പ്രഖ്യാപിക്കാനുള്ള സമയങ്ങളായി. ഇപ്പോൾ ഏതാണ്ട് 7 പുലിക്കളിയും 3 പോയിന്റിലോ 4 പോയിന്റിലോ നിന്ന് മാർക്കിട്ടവർ അവരുടെ അവസാനത്തെ കണക്കുകൾ ബിനി ടൂറിസ്റ്റ് ഹോമിലേക്ക് ഏതാനും സമയങ്ങൾക്കകത്തെത്തും. അവിടെ വെച്ച് നമുക്ക് പ്രഖ്യാപിച്ചാൽ പുലികൾക്ക് സമ്മാനം കൊടുക്കാം. പലതരത്തിലുള്ള സമ്മാനങ്ങളുണ്ട്. നിശ്ചല ദൃശ്യങ്ങൾക്കുണ്ട്, പുലി വണ്ടികൾക്കുണ്ട്, അച്ചടക്കത്തിനുണ്ട്, പുലിയുടെ എണ്ണത്തിനുണ്ട്, പുലി കളിക്കുണ്ട്, ഇങ്ങനെ പലവിധ ചമയത്തിനുണ്ട്. എല്ലാം നമുക്ക് കാണാം. ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി. എന്തായാലും മിനിസ്റ്റർ ആ വാക്കുകൾ കേരള വിഷൻ ന്യൂസിന് വലിയൊരു അംഗീകാരമാണ്. പിന്തുണയ്ക്ക് സന്തോഷം. അപ്പോൾ അടുത്ത പുലിക്കളിക്കും പൂരത്തിനും നമുക്ക് ഉറപ്പായിട്ടും. അതായത് മിനിസ്റ്റർ നമുക്ക് നൽകിയിട്ടുള്ള ഒരു